Sit. Good. Show. ഹായ് എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ സാംബിയയിൽ വന്നിട്ട് വാക്ക് വിത്ത് ചീറ്റ പിടിച്ചു. ഇനി അതിൻ്റെ അപ്പനടിക്കാനാണ് പോണത്. നമ്മൾ വാക്ക് വിത്ത് ലയൺ. ആഫ്രിക്കയിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ചെയ്യാൻ പോണത്. ഒരു എന്താ പറയുക, പേടിച്ചിട്ട് നമ്മൾ പോണേ വലിയ സിംഹങ്ങളുടെ കൂടെ. നിങ്ങൾ ഇൻട്രോയിലും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ. അപ്പോൾ നമ്മളിന്ന് പോണത് വാക്ക് വിത്ത് ലയൺ ചെയ്യാനാണ് പോണത്. വേറെ എക്സൈറ്റ്മെൻറ്റിലാണ്. എന്താ പറയുക, നമ്മൾ ആഫ്രിക്കൻ സൈഡിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഹെവി ആക്ടിവിറ്റീസാണ്. നമ്മുടെ ലാലേട്ടനൊക്കെ വന്ന് ചെയ്ത സ്ഥലം, ഈ സ്ഥലത്താണ് ലാലേട്ടൻ വന്ന് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ടാവും എങ്ങനെയുണ്ടാവും എന്നൊക്കെ നമുക്ക് നോക്കി കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ, എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മണ്ണിട്ട് വഴി കൂടെ പോയിട്ട് വേണം ഗഡിമക്കളുടെ അടുത്തേക്ക് എത്താനായിട്ട്. നമ്മുടെ മെയിൻ ചേട്ടൻ. ഹായ്, യുവർ നെയിം? My name is Lunda. Lunda. Yes. Okay, നമ്മളോട് രണ്ട് ഒരു കപ്പിൾസ് ഉണ്ട്. യു ആർ ഫ്രം? We are from within Zambia. Zambia. Yes. Okay, nice. Choma. Choma. Yeah. Okay. അപ്പോൾ ഞങ്ങൾ 3 പേര് അങ്ങോട്ട് പോകാൻ ധൈര്യം കാണിച്ചുള്ള ഒരുപാട് പേര് കുറേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇവിടെയും വാക്ക് വിത്ത് ചീറ്റ ഈ ഒരു സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ വിക്ടോറിയ ഫാൾസിൻ്റെ സൈഡിലേക്ക് ലിവിങ്സ്റ്റൺ എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് നടത്താം. സാംബിയയിൽ ആര് വന്നാലും ലിവിങ്സ്റ്റൺ കാണാതെ ഒരിക്കലും പോകാൻ പാടില്ല, പോവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംബിയത്തെ മെയിൻ അട്രാക്ഷൻ വിക്ടോറിയ ഫാൾസ് കാണാം. ഈ വാക്ക് വിത്ത് ലയനൊക്കെയാണ് ശരിക്കും മെയിൻ അട്രാക്ഷൻ വരുന്നത് കേട്ടോ. അതേമാതിരി കരീബ ലേക്ക്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ നടക്കാം കേട്ടോ. നടന്നു പോയണ്ടതിൻ്റെ ഒരു വടി തരുന്നുണ്ട് കേട്ടോ. So we need the sticks on the wall. Okay. I want big one. One big one. One one. Big one. Small one. Okay. നമ്മൾ വേറൊരു വലിയൊരു വടി എടുത്തിട്ടുണ്ട്. അടി കിട്ടോട്ടോ സിംഹത്തിനെ. സ്വതം പോവും. ഈ വടി കൊണ്ട് സിംഹം നിൽക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. The Lion Walk. So my name is Lunda, and I'm going to be your guide on the Lion Walk. I will not be alone, but I'll be accompanied by other guides. So they'll be here to make sure you are safe and enjoy the experience to the fullest. That is because when we are just alone, we spend much of our time with the animals, which is how we learn and understand their behavior. And now, because of the time that we spend with them, we have reached a level just by looking at the body gestures, we can be able to tell what their next movements are. Alright, so you feel at home. And now we have 4 lions that we usually do the walks with, but it depends with the behavior or the mood for the day. So we might have 3 or 4. Okay? But of course one is male and then the rest are females. Alright, so they are 2 years and 9 months, and they have names like you and me, but sorry, with lions names we give them only for identification and record sake. They don't respond to the names because they have a short concentration span. Alright, so we are going to be with them at the meeting point. So when we are at the meeting point, we allow lions to be in front of us so that we acquaint with them before beginning the interactions. So as we are acquainting, I will do the introductions, starting with my colleagues, then at last the animals, or vice versa. But as I'm doing the introductions, just feel free to take photos of the lions lying down without anyone touching them. Then as soon after that, I'm going to demonstrate on how we do interactions. So after I've demonstrated, then you'll be allowed to approach them.
So now this is how you go about it. You approach the lions from behind and always make your presence known to them by talking, saying about anything in any language. Then behind, you go round to the back. So when you get behind, you do not stand for too long because your height might intimidate them. So to avoid intimidating them, the moment you get behind, you're obliged to reduce your height. Touch the tail when they're sitting down. But if they are standing up or walking, we can touch the tail. Now when we are touching, rubbing especially, when we are rubbing like this, we go one way, from the neck, coming down like this. When we get to their hind legs, we can even tap. But make sure you do it firmly and gently because their skins are thick. Estimated to be 6-8 times thicker than yours and my skin. See them turning the face to look at you. Now if they turn the face to look at you, you don't panic. All you need to do is get the stick that you have in your hand. You hold it like this. The end of the stick is what you forward to the lion's mouth. And if they're interested, they start playing with the stick by licking or biting into it. So this is a distraction toy, or rather an extension of our hands. We don't give them our hands because they'll lick 1, 2, 3 and they can open the skin because their tongues are so rough. If they are not interested in the stick, then definitely they will shy away from it. So just withdraw it, plant it, or just let it lie on the ground and then you continue touching. Then should the lion stand up or roll over, just stand up, then you take a step or two behind. You wait up until they settle before you can re-approach. Okay? I know it's a lot to remember, to remember, especially that it's your first time. So yours is to enjoy the experience and ours is to make sure you're doing everything the correct way and the animals are responding pretty well to whatever you be doing. So you feel at home. ലയൺസിനെ അവരവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ 2-3 ഫാമിലിയോടും ജോയിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഹായ് 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 ഒക്കെ കപ്പിളുകളാണ് വന്നിരിക്കണേടാ. ഒരാൾ എൻ്റെ ഈ രണ്ടാമത്തെ റോയിൽ നിൽക്കണ ചേച്ചിയുടെ കിള്ളി പോയിട്ട് നിൽക്കണേടാ. അത് വേറെ കാര്യം. നടന്ന് പോകണ്ടിട്ട് അവരങ്ങോട്ട്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ സിംഹത്തിന്. ഇവർ പറയണത് അതിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പാടില്ല. അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിരിക്കണം. അവർ നടക്കണം അവർ നടക്കണത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും സ്റ്റോപ്പ് ചെയ്യണം. അവർ എനിക്ക് നമ്മൾ ചീറ്റര അവിടെ എടുത്ത ക്ലാസ്സിനേക്കാളും സ്വല്പം കൂടുതൽ ക്ലാസ്സിന് ശരിക്കും ഇതിനെടുത്തിരിക്കണം കേട്ടോ. ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. അതായത് നടക്കണം. നാല് നടക്കണമെങ്കിൽ 2-2 ഈശ്വരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം കേട്ടോ. ഒരേൽ തോക്കണെന്ന് പറയണവർ വേണ്ട ഫ്രണ്ടിൽ. ഇതേട്ടാ നിൽക്കണോക്കിയേ. നല്ല ജെന്റില് സാധനം കേട്ടോ മൊത്തം. ഏയ് ഈശോ. വായൊക്കെ തുറക്കണോക്കിയേ. Here. The lions are here. So we come there? Yes. ഒരാളവിടെ. Stand on the line. Behind this line? Right on the line. We step on the line actually. Then the next thing from there, I will ask you one after the other to come and sit here. Huh? You sit like this. അപ്പോൾ ഇരുന്ന വഴിക്കാളെ അവരെ കണ്ടോ. So now you believe that are the gun. They are running away from the gun that I have. പുള്ളിക്കാരൻ നമ്മളെ ഫുൾ ടൈം ക്ലാസ് എടുക്കലായിരുന്നു. ക്ലാസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ അടുത്തേക്ക് പോകുമ്പോൾ എങ്ങനെ പെർഫോം ചെയ്യണം, നമ്മളെങ്ങനെ ഇത് എത്ര ഡിസ്റ്റൻസിൽ പോകണം, നമ്മൾ ബാക്കിൽ പോകുമ്പോൾ വടി എങ്ങനെ പിടിക്കണം, നമ്മളെങ്ങനെ നിൽക്കണം, അതങ്ങനെ ഓരോരോ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കണം. അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ചുറ്റും ഒരു 3-4 പേരുണ്ട്. ഇവരുടെ അനുയായികളുണ്ട്, ഇവരുടെ ട്രെയിനേഴ്സാണ്, സിംഹത്തിൻ്റെ ട്രെയിനേഴ്സാണ്. അപ്പോൾ ആ ട്രെയിനേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഓരോ മരത്തിൻ്റെ മേലേക്ക് കയറണു, അവർ നേരെ ഓടി പോകണു. അവിടെ ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഓരോ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു പേടി. അവർ ഓടണു, ഇവർ ഓടണു, ഒരു സൈഡിൽ നിന്ന് അവർ പോണു, ഇവർ പോണു. നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ആ സമയത്ത്. ശരിക്കും നല്ല പേടി ഉണ്ടായിരുന്നു, ചെറിയൊരു പേടിയല്ല. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ കാമായിട്ട് സംസാരിപ്പിക്കുന്നു, കാമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പക്ഷെ ഒപ്പം തന്നെ ആ കാമായിട്ട് സംസാരിക്കണോടൊപ്പം തന്നെ നല്ല പവർഫുള്ളായിട്ട് ആൾ പറയുന്നുണ്ട് ഇന്നത് ചെയ്യാൻ പാടില്ല,
അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ പോയി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചിരിച്ച് വയ്യാണ്ടാവെന്ന് പറഞ്ഞ പോലത്തെ കേസാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഇണക്കത്തുമ്മിനൊരു പോണം. നമ്മളൊരു വേറെ ലോകത്തേക്കാണ് വന്നിരിക്കുന്നത് ശരിക്കും. അപ്പോൾ അവിടെ ആ ഒരു ഇണക്കം നമുക്കും അവർക്കും ഒരേപോലെ അവർ ട്രീറ്റ് ചെയ്യണം എന്നാണ് അവർ പറയണത്. ഒപ്പം തന്നെ നമ്മൾ ബാക്കിൽ നിൽക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും, പിന്നെ ഈ വടി എങ്ങനെ വെക്കണം, നമ്മൾ എത്ര നേരം ബാക്കിൽ നിൽക്കാൻ പാടും, നമ്മൾ ബാക്കിൽ വന്ന വഴിക്ക് നമ്മൾ ഇരിക്കണം, വടി തൊട്ടടുത്ത് വേണം, അഥവാ നമ്മുടെ നേർക്ക് തല തിരിച്ചു കഴിഞ്ഞാൽ ആ വടി എടുത്ത് തലയമ തൊടണം. ആ ഒരു വടിയിൽ നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന സാധനം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രെയിനിങ്ങും സംഭവങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. കേട്ട് നിൽക്കണം ഞങ്ങൾ എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അടുത്ത ട്രാക്ക് വന്നു, ആരാണ് ആദ്യം പോകേണ്ടത്. അതിൻ്റെ ഒരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മോദിക്ക് നോക്കി ഞാൻ ആരാണ് ആദ്യം പോകേണ്ടത് എല്ലാവരും പേടിച്ച് വരച്ച് നിൽക്കായിരുന്നു. അവരെ ഇടയ്ക്ക് കോൾ ചെയ്തു, ആർക്ക് വേണമെങ്കിൽ വരാം, ആര് വേണമെങ്കിൽ ആദ്യം വന്ന് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ബാക്ക് ഔട്ട് ചെയ്തു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആരെങ്കിലും പോയി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ എങ്ങനെ ഷൂട്ട് ചെയ്യാന്നുള്ളത്. ഒപ്പം നല്ല പേടിയുണ്ടായിരുന്നു, അത് വേറെ കാര്യം. എന്നാലും ആ ഒരു സമയം, ആ ഒരു നിമിഷം നമുക്ക് ജീവിതത്തിലും ഈ പറഞ്ഞ പോലെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക നിമിഷമായിരുന്നു, അത് എൻജോയ് ചെയ്തു. ഒപ്പം തന്നെ നല്ല പേടിയോട് കൂടെ നമ്മളത് സിംഹത്തിൻ്റെ അടുത്തേക്ക് എടുക്കാൻ പോവാ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നമ്മുടെ ഊഴത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് കിടക്കിടയ്ക്ക് തിരിയുണ്ട് സിംഹം. അപ്പോൾ നമ്മുടെ ഊഴായുണ്ട് കേട്ടോ, നമ്മുടെ ഊഴായുണ്ട്. ഇരിക്കാൻ പറ്റില്ല കേട്ടോ. Go down. ഞാൻ വന്നപ്പോ എണീറ്റിരുന്നു കേട്ടാ. അപ്പൊ നമുക്ക് സിംഹത്തിന്റെ കൂടെ ടാ. അപ്പൊ നമ്മള് സിംഹത്തിന്റെ കൂടെ പെൺസിംഹത്തിന്റെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാ. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണ. എന്തുട്ടാ വെച്ചിട്ടല്ലേ ആഫ്രിക്ക അടിക്കാന്ന് പറഞ്ഞ നമ്മള് നിന്നടിക്കൂട്ടാ. ആഫ്രിക്കയിൽ വന്നിട്ട് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റുള്ള ഹെവി സംഭവമായിരുന്നു വാക്ക് വിത്ത് ലൈൻ എന്ന് പറഞ്ഞ സംഭവം. അത് നമുക്ക് ഇതാ ചെയ്യാൻ പറ്റി. അപ്പൊ ആഫ്രിക്ക നമ്മള് ഹെവി ആയിട്ട് ഇത് അടിച്ചുകൊണ്ടിരിക്കട്ടാ സിംഹത്തിന്റെ അല്ലക്ക്. ഏത് ഇങ്ങനെ ഇരുന്ന് നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയുണ്ട് കേട്ടോ. സിംഹങ്ങളുടെ കൂടെയുള്ള ഗെയിം കളിച്ചോണ്ടിരിക്കട്ടാ, നിന്നടിക്കട്ടാ നമ്മള്. സിംഹ ആയാലും ശരി, പുലി ആയാലും ശരി, വേറെ മൂട്. ആഫ്രിക്ക നിന്നല്ല കേട്ടോ നമ്മള്. വാലൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് നമ്മുടെ മേത്ത്. ഹെവി എക്സ്പീരിയൻസ് കേട്ടാ. നിങ്ങളും ആഫ്രിക്കയിൽ വന്നു കഴിഞ്ഞാൽ സാംബിയയിൽ വന്നിട്ട് ലയൺ വിത്ത് പോക്ക് എന്തായാലും ചെയ്തോളോ. നമ്മുടെ ലാലേട്ടനൊക്കെ ഒന്ന് അടിച്ച് സ്ഥലട്ടത്. അപ്പോൾ നമ്മൾ അവരോട് നിന്നു. ഹെവി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര ഇങ്ങനെ ഓളിടാൻ പാടില്ല എന്ന് പറഞ്ഞു. ശരിക്കും നമുക്ക് അവിടെ ഇനി നമ്മൾ പോണത് ആൺസിംഹത്തിൻ്റെ അടുത്തേക്കാണ്. കഥയ്ക്കണത് പേടിച്ചിട്ടാ, ചിന്തിക്കാൻ പറ്റാത്ത കഥയൊക്കെയാണേട്ടാ. അവിടെ ഫാമിലിയിൽ വന്ന് പോകുന്നുണ്ട്. ശരിക്കും നമുക്ക് പേടിയുണ്ടെങ്കിലും ഇവർ കുറേ 3-4 പേരുണ്ട്. പിന്നെ ഒപ്പം തന്നെ ഇവിടെ തോക്കുണ്ട്, ഇവരിൽ തോക്കുണ്ട്. അത് കാരണം നമ്മൾ പേടിക്കേണ്ട. അടുത്ത് പോകുമ്പോൾ എന്തായാലും പേടിക്കണം. പക്ഷെ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് അത്രയധികം പേടി ഫീൽ ചെയ്യുന്നില്ല. നമ്മളത് അടുത്ത ഊഴം നമ്മുടെയാണ്. അപ്പോൾ നമുക്കിത് ആൺസിംഹത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കാടാ. നമ്മൾ ഈ ജംഗിൾ ബുക്കിലും അല്ലെങ്കിൽ ഡിസ്കവറി ചാനലിലും അങ്ങനത്തെ ചാനലിലൊക്കെയാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷെ അതൊക്കെ നേരിട്ട് തൊട്ടറിയാം. സിംഹത്തിൻ്റെ തലമ പിടിച്ച് നമ്മൾ തൊട്ടറിയാന്ന് പറയുമ്പോൾ അത് ലോകത്തിൽ ആഫ്രിക്കയിൽ മാത്രം നടക്കുന്ന സംഭവമാണ്. നിങ്ങളെന്തായാലും ആഫ്രിക്കയിൽ എല്ലാവരും വരണം. ഇതൊരു പ്രത്യേക ഒരു അനുഭവമാണ്, പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. കുറേ കാശ് നമ്മുടെ കയ്യിലുണ്ടായിട്ടൊന്നും നമുക്ക് യാതൊരു കാര്യമില്ല. നമ്മൾ ജീവിത അവസാനത്തിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഉണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ ദൈവം നമുക്കിതൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആഫ്രിക്കയിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വരാം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരുവിധം പ്രമുഖരായിട്ടുള്ള എല്ലാവരും ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇത്തിരി ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കയിലും ഈ സംഭവം ഉണ്ട്, പക്ഷേ സാംബിയയിലാണ് ഇത്തിരി ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരണം. വാക്ക് വിത്ത് ലയൺ. അതേപോലെ ഇരുന്ന് തലയുടെ അടുത്തൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഗഡികളൊക്കെ ആയിട്ട് ഇരുന്ന് വർത്താനം പറയണ പോലെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. സിംഹത്തിൻ്റെ കൂടെ ഏട്ടാ കളി ചിന്തിക്കാൻ പറ്റില്ല ഏട്ടാ.
Come this way. You can. ഭാഗ്യം നമുക്ക് എന്തായാലും. Can I touch here? Yes. From here. I'm sure you are seeing when they yawn. They have teeth. They have their claws. They sharp nails. You see that? നമ്മുടെ കുഴപ്പമില്ല സിംഹത്തിലൂടെയും കഴിഞ്ഞിട്ടാ. ഓക്കെ, താങ്ക് യു. Come. 이거 어머나 보니까. 꼴 맘마. 예. Come. Come. Don't follow me. Follow the lion. Come. Follow the lions, also close to them. വണ്ടിയോന്റെ ഒന്നും കേട്ടാ. Come. നടക്ക് സിംഹമേ, നടക്ക്. നോക്കിക്കണം, നടക്കങ്ങള്. Come. സിംഹമേ, നിങ്ങൾ നടക്കൂ. Come. സിംഹമായാലും കുഴപ്പമില്ല, പെൺസിംഹമായാലും കുഴപ്പമില്ല കേട്ടാ. Wait. Can touch. നടക്ക് എന്തിട്ട് നോക്കി നിക്കണ പെടക്കങ്ങള്. Hold the tail. Come. Come. 우리만 아니에요. സിംഹത്തിന്റെ കൂടെയാണ് നമ്മൾ പോണ നടക്കണേ. 우리만 아니에요. No blood. വണ്ടിയോന്റെ ഒന്നും കേട്ടാ. Be closer here. നടക്ക് സിംഹമേ, നിങ്ങൾ നടക്ക്. എന്തിട്ട് ഇങ്ങനെ നോക്കിക്കണം, നടക്കങ്ങട്. സിംഹമേ, നിങ്ങൾ നടക്കൂ. ആൺസിംഹമായാലും കുഴപ്പമില്ല, പെൺസിംഹമായാലും കുഴപ്പമില്ല കേട്ടാ. ഈശോ, സിംഹട്ടാ. സിംഹത്തിന്റെ വാല് കണ്ട് നിങ്ങള് ക്യാമറയില് ഇതേ ഗോപ്രം നിന്ന് അടിക്കണോ. സിംഹത്തിന്റെ വാലും അതേ ഗോപ്രം അടിക്കണു കേട്ടാ. Melapa. അപ്പൊ അതായത് നമ്മള് വാക്ക് വിത്ത് ലയൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലത്തെ അടുത്ത സാധനം അടിച്ചുവിട്ട് നമ്മള്.
അപ്പോൾ നമ്മുടെ ഊഴം കഴിഞ്ഞു, നമ്മൾ ഹെവി ആയിട്ട് നടന്നു. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പിന്നാലെ പോകണണ്ട. അപ്പോൾ ആർക്കും വേണമെങ്കിലും, ഇപ്പോൾ വലിയ ആൾക്കാരാണോ ചെറിയ ആൾക്കാരാണോ, ചെറിയ കുട്ടികൾക്ക് പറ്റില്ല, ഇത്ര ഹൈറ്റിന് മേലെയുള്ള കുട്ടികൾക്ക് പറ്റില്ല. ഞാൻ എത്ര ഹൈറ്റാണെന്ന് ഞാൻ പറയാം. കുട്ടികൾക്ക് ഈ സാധനം ചെയ്യാൻ പറ്റില്ല, വലിയ ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളും വന്ന് പെണ്ണെന്നില്ല ആണെന്നില്ല, പെണ്ണുങ്ങളൊക്കെ നീ കാണാൻ, അതൊക്കെ പെണ്ണുങ്ങളെ നടന്നു പോകണണ്ട, പെണ്ണുങ്ങളെ എല്ലാവരും ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഈ സാധനം ചെയ്തോളൂട്ടാ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളാ. അപ്പോൾ നമ്മുടെ വോക്ക് വിത്തിലായെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവം, നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവം നമ്മളിത് അടിച്ചിരിക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ്. നമ്മൾ ഇത്രയ്ക്കും സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഫോണെ പോയിട്ടാ. അപ്പോൾ നമ്മുടെ വലിയൊരു ആഗ്രഹം നമ്മൾ നടത്തിയിരിക്കുക കേട്ടോ. എനിക്ക് തോന്നണത് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബർ ആയാലും, ഞാൻ എപ്പോഴും പറയണത് യൂട്യൂബർ ആയാലും എങ്ങനെ എത്താൻ പറ്റില്ല, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. നല്ല എണ്ണം പറഞ്ഞ ആഫ്രിക്കൻ കാഴ്ചകളായിട്ട് സാൻ്റെ അടുത്ത എപ്പിസോഡിൽ വരും കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റ.